ടെക്നോക്രാറ്റും അതുപോലെ തന്നെ ഫെയർ കോഡ് സ്ഥാപകനുമായിട്ടുള്ള രജിത്ത് രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ഡിവൈഎഫ്ഐ ഇങ്ങനൊരു പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിക്കാൻ കാരണം അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തോടു കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു യുവജന സംഘടനയും സംഘടിപ്പിക്കാത്ത ഒരു പരിപാടിയുമായാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും നമ്മൾ പ്രൊഫഷണലുകൾ തൊഴിൽ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ എന്നും ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ പുരോഗമന ഇടതുപക്ഷ സംഘടനകളുടെയും എന്നത്തെയും വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു ചിന്ത, അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിവൈഎഫ്ഐയുടെയൊക്കെ വേദികളിൽ ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് പല സമയത്തും ഉന്നയിച്ച വിഷയങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് ഈ പ്രൊഫഷണൽ മേഖലയ്ക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യുക. അതുപോലെ പ്രൊഫഷണൽ മേഖലയ്ക്കകത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ചൂഷണങ്ങൾ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടിയും ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തെ നമ്മൾ പണ്ട് നമ്മളുടെ സമൂഹം ഇപ്പോൾ നമ്മളൊരു വൈജ്ഞാനിക സമൂഹമായിട്ട് വളരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളുടെ ഇവിടെ നടന്ന പലതരത്തിൽ നമ്മളുടെ സാക്ഷരതാ മിഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ സാക്ഷരതാ മിഷൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ അന്നത്തെ യുവാക്കൾ ഏറ്റെടുത്ത്, ഇപ്പോൾ എൻ്റെയൊക്കെ അച്ഛനും അച്ഛൻ്റെ അനിയനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്ന പോലെ തന്നെ ഇന്നത്തെ തലമുറ നമ്മളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ ഈ തലമുറയ്ക്കകത്ത് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ സന്നദ്ധ സേവനം എന്ന തലത്തിലേക്ക് പ്രൊഫഷണലുകളുടെ സർവീസ് കൂടുതൽ കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐയുടെ ഈ ഉദ്യമത്തിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോഴാണ് അതിനൊരു സാമൂഹിക രാഷ്ട്രീയ തലത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ, അതായത് പ്രൊഫഷണലുകളുടെ പ്രശ്നത്തിനേക്ക് അപ്പുറത്തേക്ക് നമുക്ക് സമൂഹത്തിന് പ്രൊഫഷണലുകളെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവാം എന്നുകൂടി ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളിലൂടെ നമ്മൾ സംവദിക്കാൻ പോകുന്നുണ്ട്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി ഡിവൈഎഫ്ഐ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും കോർപ്പറേറ്റ് തൊഴിൽ ചൂഷണത്തിനെതിരെയൊക്കെ പ്രതിഷേധമായിട്ട് തെരുവോരങ്ങളിലുണ്ട്. പക്ഷേ ആദ്യമായിട്ടാവാം ഇങ്ങനെ ഒരു യുവജന സംഘടന ഇത്തരത്തിലൊരു പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ താങ്കളൊരു കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ രംഗത്തുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഡിവൈഎഫ്ഐയുടെ അടുത്ത് സംവദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകൾ നേരിടുന്ന നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾക്ക് അപ്പുറത്തേക്ക്, അപ്പോൾ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് 14 മണിക്കൂർ ജോലി ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ അയൽ സംസ്ഥാനത്ത് പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പോലുള്ള IT മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു ജനാധിപത്യ സർക്കാരിന് എങ്ങനെയാണ് അങ്ങനെ ഒരു നയം മുന്നോട്ട് വെക്കാൻ കഴിയുക എന്ന് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന വേളയിൽ സംസാരിച്ചു. അതെ, തീർച്ചയായിട്ടും. അതാണ് അത്തരം കാര്യങ്ങളിൽ ഒരു പ്രൊട്ടസ്റ്റും ഇല്ലാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന തരത്തിലുള്ള ഗവൺമെൻറ് പോളിസീസ്. അപ്പോൾ ആ പോളിസിക്കെതിരെ പ്രതികരിക്കാൻ സ്വാഭാവികമായിട്ടും അതേ ഒരു യൂത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ ഒരു ഏജിൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഡിവൈഎഫ്ഐക്കാണ് അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡിവൈഎഫ്ഐക്ക് ഒരു ഇൻഡസ്ട്രി കണക്റ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ സർക്കാർ ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രി കണക്റ്റ് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ക്യാമ്പസുകളിൽ തന്നെ നേരിട്ടിട്ട് അതായത് കൂടുതൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ താങ്കൾ ഈ പറഞ്ഞ കാര്യം? അതെ. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കണമെങ്കിൽ യുവാക്കൾ ഈ പ്രൊഫഷണൽ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇൻഡസ്ട്രിക്കകത്ത് എന്താണ് നടക്കുന്നതെന്നും ആ ഇൻഡസ്ട്രിയായിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ജോലിയിൽ കയറി ആ ഇൻഡസ്ട്രി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരു ജോലി ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഇൻഡസ്ട്രി കണക്റ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജുകളിലെല്ലാം ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് നേരിട്ട് വ്യവസായ വകുപ്പ് നേരിട്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് പഠിക്കാൻ, അവിടെ ജോലി ചെയ്യാൻ, അവിടെ നിന്ന് തന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് എണ്ണിപ്പറഞ്ഞ ഒരു 10, 15, 20ഓളം സ്കീമുകളും സ്ഥാപനങ്ങളും ഈ യുവാക്കളെ പ്രൊഫഷണലുകളാക്കി മാറ്റി ഇവിടെ വരുന്ന വലിയ കമ്പനികൾക്ക് അവിടെ ജോലി ചെയ്യാൻ പാകത്തിൽ അവരെ മാറ്റിയെടുക്കേണ്ടതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഒരുപാട് ഇൻപുട്ട് ഡിവൈഎഫ്ഐക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ യുവാക്കളുടെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ 20 കാര്യങ്ങളിൽ ഞാൻ കേട്ട ഒരു 15 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് പോലും കേൾക്കാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ യുവാക്കൾ പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല.
അപ്പോൾ ആ അവയർനെസ് കൊടുക്കാൻ DYFIക്ക് പറ്റും. DYFI ഒരു ബുക്ക്ലെറ്റായിട്ട് ആളുകളെ സമീപിച്ച് കഴിഞ്ഞാൽ ഇത്രയും പരിപാടികളുണ്ട്, ഇതിൽ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏത് പ്രൊഫഷണൽ രംഗത്ത് ഏത് കമ്പനിക്ക് ഏത് ജോലി കിട്ടുന്നവരെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയൽ കണക്റ്റ് ഉണ്ടാക്കി ഒരു നെറ്റ്വർക്കായിട്ട് മാറാൻ DYFIക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാരണം DYFIക്ക് അതിനുള്ള സംഘടനാശേഷി ഉണ്ടെന്നുള്ളതാണ് DYFIയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിൽ തന്നെ അങ്ങനെ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കുമ്പം ഡിവൈഎഫ്ഐക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ യുവാക്കൾക്ക് അങ്ങനെ സമീപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എളുപ്പത്തിൽ എങ്ങനെ മാറ്റാം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഡിവൈഎഫ്ഐക്ക് മുൻപാകെ വെക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. നമ്മളുടെ ആവശ്യം ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും അറിയാം, കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് തന്നെ സംരംഭ വർഷത്തിൻ്റെ ഭാഗമായിട്ട് 3 ലക്ഷം സംരംഭങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏകദേശം 90-95,000 സംരംഭങ്ങൾ നടത്തുന്നത് വനിതകളാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ തുടങ്ങിയതിന് ശേഷവും അതിനുശേഷം നമ്മൾ വ്യവസായ രംഗത്തും അതുപോലെ തന്നെ സംരംഭ പ്രോത്സാഹന പദ്ധതികളും വന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഒരു 4-4.5 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഈ 8 വർഷത്തിൽ നമ്മൾ ഉണ്ടായ സംരംഭങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംരംഭം, ഇപ്പോൾ ഞാൻ നടത്തുന്ന എൻ്റെ സംരംഭത്തിനകത്ത് 3 പേരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോ സംരംഭത്തിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ഒരു 3-4 പേരുള്ള സംരംഭങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതായത് ഇവിടെ സംരംഭകരായിട്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരു 10-15 ലക്ഷം സംരംഭകർ നമ്മുടെ നാട്ടിൽ വന്നു. അവർക്ക് വേണ്ട റിസോഴ്സുകൾ അവരെ വിളിച്ചു ചേർക്കുന്നത് വഴി ഇപ്പോൾ നമ്മൾ എൻ്റർപ്രിനേഴ്സിനെ, അതായത് സംരംഭകരെ വിളിച്ചു ചേർത്ത് സംരംഭകരുടെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റിസോഴ്സുകളെ കിട്ടാൻ ഏറ്റവും വലിയ പ്രത്യേകത റിസോഴ്സുകളെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് IT പ്രൊഫഷണലുകളാണ്. അപ്പോൾ IT പ്രൊഫഷണലുകൾക്ക് ജോലി ഇഷ്ടം പോലെ ഉണ്ട്. അവർ മുഴുവൻ ആളുകളെ നമുക്ക് ജോലിയില്ലാത്ത ആളുകളുണ്ട്, പക്ഷേ അവർ പ്രൊഫഷണലി നമുക്ക് വേണ്ട ടെക്നോളജി പഠിച്ചു വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ടെക്നോളജി സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ്. അങ്ങനെയുള്ള തരത്തിൽ താങ്കളിപ്പം മുന്നോട്ട് വെച്ച ആശയത്തിൽ എങ്ങനെ ഡിവൈഎഫ്ഐയെ സഹായിക്കാൻ കഴിയും? DYFIക്ക് ഈ 2 മേഖലയിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓണ്ടർപ്രൂണേഴ്സായിട്ടുള്ള ആളുകളെ, സംരംഭകരെ വിളിച്ചു ചേർക്കുക, അതുവഴി നമ്മൾ പ്രൊഫഷണലുകളെയും അതുപോലെ ഉണ്ടാക്കാനുള്ള, അതായത് ഇതൊരു വലിയൊരു നമ്മൾ എപ്പോഴും DYFI ഏറ്റവും പ്രധാനമായി കാണുന്നത് സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ പ്രശ്നം എന്നും തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ തൊഴിലില്ലായ്മ പ്രശ്നം വലിയ രീതിയിൽ ഉന്നയിക്കുന്ന, അതിനുവേണ്ടി സമരങ്ങൾ ഏറ്റെടുത്ത സംഘടനയാണ് DYFI. അപ്പോൾ DYFIക്ക് സ്വന്തം നിലയ്ക്ക് ഇതുപോലുള്ള നമ്മൾ പറയും ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുക. ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രൊഫഷണൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ഓരോ നാട്ടിലും ഒരു മൈക്രോ ലെവൽ ജോബ് ഫെയറുകളൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മേഖലാ കമ്മിറ്റി ലെവലൊക്കെ ജോബ് ഫെയറുകളൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു ഡാറ്റാബേസ് കിട്ടും. ഈ ഡാറ്റാബേസ് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഓണ്ടർപ്രൂണേഴ്സിന്, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ്, ഇപ്പോൾ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് IT ആണ് വേണ്ടതെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞ ആളുകളുണ്ടെന്ന് ഞാൻ ഇറങ്ങി തപ്പുന്നതിന് പകരം, ഞാൻ ഇറങ്ങി കണ്ടുപിടിക്കുന്നതിന് പകരം DYFI ആ ഒരു ഡാറ്റാബേസ് തരികയാണെങ്കിൽ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷനുള്ള ആളുകളെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് DYFI നടത്തുന്ന ജോബ് ഫെയറുകൾ വഴി അവർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മളിവിടെ ഈ കോർപ്പറേറ്റ് മേഖല മാത്രമല്ലല്ലോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സംരംഭകർ എന്ന് പറയുന്ന ഇവരാരും തന്നെ കോർപ്പറേറ്റുകളായിട്ട് മാറിയിട്ടില്ല, കോർപ്പറേറ്റുകളുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുമല്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ നമ്മളുടെ ആളുകൾക്ക് സാധാരണ രീതിയിൽ വർക്ക് ചെയ്ത് അവിടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഈ സംരംഭങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വലിയ പൊസിഷനിലേക്ക് എത്താൻ ഒരുപാട് സഹായിക്കാൻ പറ്റും. കാരണം തുടക്കത്തിലുള്ള ആളുകളെ ഒരു സംരംഭവും ഒരിക്കലും മറക്കില്ല. അത് ഞങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവത്തിൽ പോലും അത് പറയാൻ പറ്റും. നമ്മളുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ എത്ര വലുതായാലും നമ്മൾ, താങ്കൾ പറഞ്ഞു വരുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് DYFI കൂടെ നിൽക്കണമെന്നാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് ഇവിടെ പുതുതായിട്ട് വന്ന സംരംഭങ്ങളെ അതിനെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഇപ്പോൾ സംരംഭ വർഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്ന എല്ലാ സംരംഭങ്ങൾക്കും അതുവഴി അവർക്ക് റിസോഴ്സുകളെ കൊടുക്കാനും ആ റിസോഴ്സുകൾ നമ്മളുടെ DYFI കണ്ടുപിടിക്കുന്ന ഡാറ്റാബേസിൽ നിന്ന് അവർക്ക് എടുക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഒരു കാര്യമാണ്. ഞാൻ പ്രധാനമായിട്ടും DYFI എന്താ പറയുക, ചെറിയ ജോബ് ഫെയറുകൾ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളും സംഘടിപ്പിച്ചിട്ട് അത് വലിയൊരു ഡാറ്റാബേസാക്കി മാറ്റുകയും ഈ പറയുന്ന ഈ 4 ലക്ഷം സംരംഭങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു 10 ലക്ഷത്തിലധികം ജോലി ഉണ്ടാവും. അപ്പോൾ ആ ജോലി നമ്മൾക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക്, യുവാക്കൾക്ക് DYFIയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കൊക്കെ കിട്ടിക്കൂടാ? അവർക്ക് സ്വാഭാവികമായിട്ട് അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലോ.
കാരണം ഇവിടെ പഠിച്ച ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് വേണ്ട ഇൻഡസ്ട്രി കണക്ട് ചെയ്യാനുള്ള പരിപാടികൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലും DYFIക്ക് ഇടപെടാം. ഇപ്പോൾ ഇൻഡസ്ട്രി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്താൽ അയാൾക്ക് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ PSCക്ക് ട്രെയിനിങ്, അതുപോലെ തന്നെ UPSC ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന യുവജന സംഘടനകളെ പോലെ തന്നെ ഇത്തരം എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ അകത്താണെങ്കിലും ഇപ്പോൾ എന്ത് മാനുഫാക്ചറിംഗ് മേഖല എന്താണെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ നടത്തുന്ന സംരംഭങ്ങൾ ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സുകൾ വേണമെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ ഒരു ടെക്നോളജി കമ്പനി ഉടമ എന്നുള്ള നിലയ്ക്ക് തന്നെ ചോദിക്കാം, ഈ തൊഴിൽ ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തൻ്റെ ജോലിയെ ബാധിക്കരുത്, ജോലി സ്ഥാപനത്തെ ബാധിക്കരുത് എന്നുള്ള നിലയിലേക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, എന്തൊക്കെ ശൈലികളാണ് താങ്കളുടെ കമ്പനിയിൽ നടപ്പിലാക്കിയത്? തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ ആളുകൾ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മുതൽ താഴെ വരെയുള്ള ആളുകളെ നമ്മൾ എന്താ നമ്മൾ ഒരേ തരത്തിൽ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു പൊസിഷൻ വെച്ചിട്ടോ, ഇപ്പോൾ ഇന്നലെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത ആളെടുത്തും എൻ്റെ കമ്പനിയിൽ ഇത് തുടങ്ങുമ്പോൾ മുതലുള്ള എൻ്റെ മറ്റേ ഫൗണ്ടർമാർ ആരാണെങ്കിലും അവരുടെ അടുത്തും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. അതായത് ഒരു സംരംഭം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരുപാട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനത്തെ ട്രാൻസ്പെറൻസി വരുന്നത് വഴി, അതായത് മുതലാളി തൊഴിലാളി ബന്ധമില്ലാതെ സഹപ്രവർത്തകർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കാണും. നമ്മളൊരു ഒരു ഒരു IT അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം, ഒരു എൻ്റർപ്രീനർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത്, നമുക്ക് കുറേ എന്താ പറയുക, കുറേ മാനേജർമാരല്ല ആവശ്യം. ഈ മാനേജർമാർ വന്നിരുന്ന് താഴത്തേക്ക് പ്രഷർ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള അസമത്വങ്ങളും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും വരാൻ സാധ്യത. അതിന് മാറിയിട്ട് നമ്മൾക്ക് വേണ്ടത് ലീഡേഴ്സിനെയാണ്. അപ്പോൾ ഒരാൾ മുന്നിൽ നിന്ന് നയിക്കുന്നു, അയാളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെ കംഫർട്ടബിളായിട്ട് അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരാൾ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ സംഘടനാ പ്രവർത്തനം നടത്തി SFIയിലും DYFIയിലൊക്കെ പ്രവർത്തിക്കുന്ന വഴി നമ്മൾക്ക് കിട്ടിയ ഈ നേതൃത്വം ഒരാളെ എങ്ങനെ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ അതിന് നേതാവാവാം, എങ്ങനെ നമുക്ക് അതിൻ്റെ ലീഡറായിട്ട് മാറാം, ആ ലീഡർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് കാര്യങ്ങൾ ചെയ്യും, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താങ്കൾ DYFIയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കളുടെ ആ കമ്പനിയിൽ ആ തരത്തിലേക്ക് ഇടപെടാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ കമ്പനിയിലെ ആദ്യത്തെ പ്രൊജക്റ്റ് മുതൽ ഇപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വരെ നമ്മൾ മാനേജ് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും പല ആളുകളായിട്ടും പല തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്ക് ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ആ ക്ലയൻറ്റ് പലപ്പോഴും ഗവൺമെൻറ്റും അതുപോലെ തന്നെ വലിയ ഓഫീസേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ആളുകളായിരിക്കും. അപ്പോൾ വലിയ കമ്പനികൾക്ക് വേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാനും അവരെ വിശ്വാസത്തിലെടുക്കാനും നമ്മൾക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കോളേജ് കാലം മുതൽ തുടങ്ങിയ സംഘടനാ പ്രവർത്തനങ്ങളും അതിൻ്റെ ലീഡർഷിപ്പിനകത്തും ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്നെയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.